രണ്ട് അമ്മമാർ തമ്മിലൊരു സംഭാഷണത്തിൽ ഏർപ്പെടുകയാണ്. ഒന്ന് ഒരു ജൂയിഷ് അമ്മയാണ്, യഹൂദ സ്ത്രീയാണ്. രണ്ടാമത്തത് ഒരു കാതലിക് അമ്മയാണ്, കാതലിക് മദർ. അപ്പോൾ ഈ ജൂയിഷ് മദർ വളരെ ശാന്തമായി നിൽക്കുന്നു. കത്തോലിക്ക അമ്മ വാചാലയായി ഈ ജൂയിഷ് മദറിനോട് പറഞ്ഞു, എൻ്റെ മകൻ അസാധാരണമായ ബുദ്ധി വൈഭവമുള്ളവനാണ്. അവൻ 12ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അവർ പറയുന്ന രാജ്യത്തിൻ്റെ ആ പഠനം കഴിഞ്ഞപ്പോൾ അവൻ സെമിനാരിയിൽ ചേർന്നു. സെമിനാരിയിൽ നിന്ന് ഏറ്റവും ഉയർന്ന മാർക്ക് വാങ്ങി ഒരു ഫ്ലൈയിങ് കളറിലാണ് അവൻ പുറത്തു വന്നത്. പെട്ടെന്ന് അച്ഛനായി, വളരെ വേഗം ബിഷപ്പായി. ബിഷപ്പായി കഴിഞ്ഞ ഉടനെ പഠിക്കാൻ വീണ്ടും പോയി, ഉന്നത പഠനം ഒക്കെ നേടി. തിരിച്ചു വന്ന് ബിഷപ്പായി തന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അദ്ദേഹം ആർച്ച് ബിഷപ്പായി. അത് കഴിഞ്ഞ് വേഗം അദ്ദേഹം കാർഡിനലായി. എന്നിട്ട് ഈ അമ്മ പറഞ്ഞു, there is a strong rumor going on that my son would be the next pope. ഇനിയത്തെ പോപ്പ് എൻ്റെ മകനായിരിക്കും എന്നാണ് ഒരു പൊതു സംസാരമുള്ളത്. അപ്പോൾ ശാന്തമായി ഈ യഹൂദ അമ്മ പറഞ്ഞു, ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു അല്പം രൗദ്രഭാവത്തിൽ ചോദിച്ചു, വാട്ട് എൽസ് ഹി ക്യാൻ ബി? ഒരു കത്തോലിക്ക സഭയിലെ ഒരു അച്ഛന് എത്തിച്ചേരാവുന്ന, ഒരിക്കലും സാധ്യമല്ലാത്തതും വളരെ വളരെ കോടിക്കണക്കിന് ആളുകളിൽ ഒരാൾക്ക് ലഭിക്കാവുന്നതുമായ ഒരു സ്ഥാനമാണ് പോപ്പ്. അത്രേ ഉള്ളൂ എന്ന് ചോദിച്ചപ്പോൾ അവർ അല്പം കാലുഷ്യമായി സംസാരിച്ചാണ്, വാട്ട് എൽസ് ഹി ക്യാൻ ബി? ക്യാൻ ഹി ബിക്കം ഗോഡ്? പോപ്പല്ലാതിന് അവന് ദൈവമാകാനോ? അതിന് ശാന്തമായി ഈ യഹൂദ അമ്മ പറഞ്ഞു, വൺ ഓഫ് അവർ ചിൽഡ്രൻ മെയ്ഡ് ഇറ്റ്. ഞങ്ങളിൽ ഒരു കുട്ടി അത് സാധ്യമാക്കി തീർത്തു. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും നമുക്ക് പരസ്പരം പറയാനായിട്ടുള്ളത്, ദി അൾട്ടിമേറ്റ് പോസിബിലിറ്റി ഓഫ് മാൻ ഈസ് ഗോഡ്. നമുക്ക് എത്തിച്ചേരാവുന്ന അനന്തമായ സാധ്യതയാണ് ദൈവം, അല്ലെങ്കിൽ യേശു ക്രിസ്തു. സംസാരിക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ആയിത്തീരാവുന്ന സാധ്യതയാണ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. സോ ക്രൈസ്റ്റ് ഈസ് എ പോസിബിലിറ്റി. അപ്പോൾ മനുഷ്യൻ്റെ മുമ്പിൽ ദൈവം അവതരിപ്പിക്കുന്ന ഒരു വലിയ വെല്ലുവിളിയാണ്, ആർക്കൊക്കെ ക്രിസ്തു ആകണമോ അവർക്കെല്ലാം ക്രിസ്തു ആകാം. ഇന്ന് നമ്മൾ ചെയ്യുന്നത്, നമുക്ക് സ്വയം രക്ഷപ്പെടാൻ വേണ്ടി ക്രിസ്തുവിന് ഒരു ദൈവത്തിൻ്റെ പരിവേഷങ്ങൾ കൂടുതൽ കൽപ്പിച്ച് നമുക്ക് അസാധ്യമായ കാര്യമാണ് എന്ന് നമ്മളെ പഠിപ്പിച്ച് രക്ഷപ്പെടുന്ന ഒരു രക്ഷപ്പെടൽ തന്ത്രമാണ് നമ്മൾ ആകമാനം ഇന്ന് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ക്രിസ്മസിൽ, ഈ 2024 ക്രിസ്മസിൽ നമുക്ക് നമ്മളോട് പറയണം, എന്നിലുള്ള അനന്തമായ സാധ്യത എന്ന് പറയുന്നത് അതൊരു ക്രിസ്തു ആകാനുള്ള സാധ്യതയാണ്. ക്രിസ്തു ആകാനുള്ള സാധ്യത ഒഴിച്ചു വെച്ചാൽ പിന്നെ നമ്മുടെ മുമ്പിലുള്ള ഏക സാധ്യത ജൂഡസ് ആകാനുള്ള സാധ്യതയാണ്. എല്ലാം ഉപയോഗിക്കുക, കൂടെ നടക്കുന്നവനെയും ഉപയോഗിക്കുക, കൂടെ നടക്കുന്നവനെയും വിറ്റ് നമ്മൾക്ക് സംതൃപ്തി ഉണ്ടാകുമെന്ന് ധരിക്കാം. അതും എത്തിക്കുന്ന ഒരു സൂചന എന്നാന്ന് ചോദിച്ചാൽ, ഇതൊന്നും ശാശ്വതമല്ല എന്നുള്ളതാണ്. നമ്മളുടെ വേൾഡ് ഓഫ് മാറ്റർ ഈസ് എ റിയാലിറ്റി, ബട്ട് ഇറ്റ് ഈസ് നോട്ട് അൾട്ടിമേറ്റ്. അത് ആത്യന്തികമായ നിത്യമായിട്ടുള്ളതല്ല. ക്രൈസ്റ്റ് ഈസ് അൾട്ടിമേറ്റ് ആൻഡ് ദാറ്റ് ഈസ് ദി അൾട്ടിമേറ്റ് പോസിബിലിറ്റി ഫോർ ഈച്ച് വൺ ഓഫ്. ഇത് നമുക്ക് സാധിക്കണം, ഇതെല്ലാവർക്കും സാധിക്കണം എന്നുള്ളത് കൊണ്ടാണ് സർവ്വജനത്തിനുമുള്ള മഹാസന്തോഷം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് കൺഫൈൻഡ് ടു എ പർട്ടിക്കുലർ ഗ്രൂപ്പ്. ക്രിസ്ത്യാനിയുടെക്ക് മാത്രമുള്ള രക്ഷയെക്കുറിച്ചല്ല ദൈവത്തിൻ്റെ. ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ് ദാറ്റ് ഹി ഗേവ് ഹിസ് ഓൺലി വൺ ബിഗോട്ടൻ സൺ. ഈ സർവ്വജനവും ആണ് ദൈവത്തിൻ്റെ വിഷയം. നമ്മുടെ മുലക്കര സാറിൻ്റെ വളരെ അടുപ്പമുള്ളയാളാണ് ക്രിസോസ്റ്റം തിരുമേനി എന്ന് പറഞ്ഞാൽ, തിരുമേനിയുടെ ശക്തമായ ഒരു പ്രമേയമെന്ന് പറയുന്നത്, ഈ ക്രിസ്ത്യാനികൾ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഹെറസി എന്ന് പറയുന്നത് they privatized Jesus to Christianity.
യേശു ക്രിസ്തുവിനെ ക്രിസ്ത്യാനികളുടെ കുത്തകയാക്കി അവരുടെ പോക്കറ്റിലിട്ട് വേണമെങ്കിൽ മറ്റുള്ളവർക്ക് തരാം എന്നുള്ള മട്ടിൽ ഉള്ള സംസാരമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയാണ് ഈ ക്രൈസ്തവർ ലോകത്തിൽ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഹെറസി എന്ന് പറയുന്നത്. അതുകൊണ്ട് ജീസസ് ക്രൈസ്റ്റ് ഈസ് നോട്ട് ദ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഓഫ് സർട്ടൻ ഗ്രൂപ്പ്. ഹി ഈസ് എ കോമൺ പ്രോപ്പർട്ടി ഫോർ ദി ലിബറേഷൻ, സാൽവേഷൻ ഓഫ് ദ ഹോൾ വേൾഡ്. ഈ ഗൗരവമായ ചിന്ത നമ്മൾ സ്വീകരിക്കാതെ വരുമ്പോൾ പിന്നെ നമ്മൾ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ബാഹ്യമായ കർമ്മങ്ങളിലും ഒക്കെ ആയിരിക്കും നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അപ്പോൾ ഈ വർഷം നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ നമ്മളുടെ ഇത് ക്രിസ്മസിൻ്റെ അർത്ഥം സത്യമായി നമ്മൾ നോക്കിയാൽ, ഒരിക്കലും ആദിമ ഫസ്റ്റ് ക്രിസ്മസിലേക്ക് പോയാൽ നമുക്ക് അധികം സന്തോഷിക്കാൻ ഒക്കുകയല്ല. വലിയ ദുഃഖവും നമ്മുടെ സംസാരം മുറിഞ്ഞു പോകുന്നതുമായ സ്ഥിതിയായി നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു അപ്പനും അമ്മയും, അതിൽ മറിയ അപ്പോൾ ഒരു കുഞ്ഞിനെയും കൊണ്ട് ആയുസ് മുഴുവൻ റെഫ്യൂജിയായി കഴിയേണ്ടി വന്ന ഒരു അമ്മയാണ്. ജനിക്കാൻ സ്ഥലമില്ല, ജനിച്ചു കഴിഞ്ഞപ്പോൾ ഉടനെ ഭീതി കൊണ്ട് പലായനം ചെയ്യേണ്ടി വരുന്ന അഭയാർത്ഥിയായി തീർന്നതാണ്. ലോകത്തിൽ ഇന്ന് അഭയാർത്ഥികളുടെ നമ്പർ ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുക. ഒന്നും അറിയാത്ത ഇല്ലേ കുഞ്ഞുങ്ങൾ, അമ്മമാർ ഉൾപ്പെടെ ഗാസായിൽ നിന്നൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒഴുക്ക്. സമാധാനത്തിൻ്റെ ദൈവം ജനിച്ച സ്ഥലത്ത് സമാധാനത്തിൻ്റെ ഒരു 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 കണിക പോലും ഇല്ലാത്ത സ്ഥലം. ഈ അപ്പൻ ഇതെല്ലാം നോക്കി തൻ്റെ ഭാര്യയുടെ പ്രസവം പോലും നേരെ നടക്കാൻ സഹായിക്കാനൊക്കാത്തതിൻ്റെ ഒരു മാനസിക സംഘർഷം നമുക്ക് മനസ്സിലാകും. ഇതെല്ലാം മനസ്സിലാക്കിയ ഒരു മനുഷ്യ കുഞ്ഞായിരുന്നു യേശു, അല്ലേ? അതുകൊണ്ടാണ് അവൻ നീതിയെക്കുറിച്ചും സത്യത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും കരുതലിനെ കുറിച്ചും പറഞ്ഞു. അവൻ്റെ മുമ്പിൽ വന്ന ആരും ഭക്ഷണമില്ലാതെ മടങ്ങിയില്ല. അവൻ്റെ മുമ്പിൽ എത്തിയ ആരും സൗഖ്യം പ്രാപിക്കാതെ മടങ്ങിയില്ല. അവൻ്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് വന്നവരെല്ലാം പ്രതീക്ഷയും പ്രത്യാശയും കൊണ്ട് അവർ മടങ്ങിപ്പോയി. ഇങ്ങനെ നിരന്തരമായി പ്രത്യാശ കൊടുക്കാനുള്ള ഒരു കാരണം നിശ്ചയമായിട്ടും ഈ വലിയ ജീവിത അനുഭവങ്ങൾ യേശു കുഞ്ഞിനെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ആ പേരൻസ് അവനെ ബോധ്യപ്പെടുത്തി എന്നുള്ളത് നമ്മൾ ഓർക്കും. ഇതെല്ലാമുള്ള വെല്ലുവിളി നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളെ ലോകത്തിൻ്റെ വേദനകൾ എത്രയും കാണാതിരിക്കാൻ നമ്മൾ ശീലിപ്പിക്കുന്നവരാണ്. അതുകൊണ്ട് ഇതിൽ നിന്നെല്ലാം മാറി സുരക്ഷിതമായ ജീവിത സാഹചര്യങ്ങളിൽ ആയി സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഒരു പ്രശ്നവും ഇല്ലാത്ത ആ ഒരു സ്ഥിതിയാണ്. അങ്ങനെയുള്ള ഒരു ഇൻസുലേറ്റഡ് കമ്മ്യൂണിറ്റിയെ ക്രിയേറ്റ് ചെയ്യുന്നിടത്ത് ഒരമ്മ ആ ഇൻസുലേഷനെല്ലാം മാറ്റി ഈ ലോകത്തിൻ്റെ വേദനകളെ കാണാൻ പഠിപ്പിച്ചു എന്നുള്ളതും വളരെ പ്രധാനമാണ്. ആദ്യത്തെ മിറക്കിൾ അല്ലെങ്കിൽ സൈൻ, അടയാളം എന്ന് പറയുന്നത് കനാവിലെ കല്യാണത്തിൽ വെള്ളം വീഞ്ഞാക്കിയതാണ്. ഒരു വീട്ടിൽ ഈ മകനുമുണ്ട്, അമ്മയുമുണ്ട്, ശിഷ്യന്മാരുമുണ്ട്. അവർക്ക് വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കുകയാണ്. അമ്മ പറഞ്ഞു, മോനെ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടങ്ങ് പോകാൻ ഒരു പ്രയാസവും ഇല്ല. പക്ഷെ അങ്ങനെ പോകാൻ വന്നവരല്ലല്ലോ നമ്മൾ. നിനക്കെന്തെങ്കിലും ചെയ്ത് സഹായിക്കാൻ നോക്കുമോ? ക്യാൻ യു ഡൂ സംതിങ് ഫോർ ദം? ആൻഡ് ഐ ഡു ബിലീവ് ദാറ്റ് യു ക്യാൻ ഡൂ സംതിങ്. അങ്ങനെ അമ്മ പഠിപ്പിക്കുകയാണ്, യു പ്ലഞ്ച് ഇൻ ടു ദ പ്രോബ്ലംസ് ഓഫ് ദി അതർ. അങ്ങനെ പ്രവർത്തിച്ചപ്പോഴാണ് അവിടെ പ്രതിസന്ധികളെ മാറിയത്. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ ഈ ജൂബിലി മന്ദിരമൊക്കെ വൺ വേ ഓഫ് ടീച്ചിങ് ദി അതർ ടു പ്ലഞ്ച് ഇൻ ടു ദി പെയിൻ ആൻഡ് ദ പ്രോബ്ലംസ് ഓഫ് ദി അതർ. ഈ വലിയ ഉത്തരവാദിത്വമാണ് നമുക്ക്. ഇതിന് നമുക്ക് സാധിക്കേണ്ടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വേർ ഈസ് ക്രൈസ്റ്റ് ഇൻ മൈ ലൈഫ്, ഇൻ മൈ ഫാമിലി ലൈഫ്, ഇൻ അവർ കമ്മ്യൂണിറ്റി ലൈഫ്. യേശു എവിടെയാണ്? നമ്മളിതെല്ലാം പറയുകയും ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ വേർ ഈസ് ക്രൈസ്റ്റ്. നമുക്കൊരു കാര്യം വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യേശു ക്രിസ്തു ജനിച്ചപ്പോൾ ഒരു നക്ഷത്രം ഉദിച്ചു, ഒരു സൂര്യൻ ഉദിച്ചു. യേശു ക്രിസ്തു മരിച്ചപ്പോൾ നമ്മൾ വായിക്കുന്നു, സൂര്യൻ ഇരുണ്ടുപോയി. ഓരോ മനുഷ്യനിലും ദൈവം ജനിക്കുമ്പോൾ അവൻ പ്രകാശത്തിൻ്റെ മകനായി. ആരിൽ ദൈവം അകന്നു പോകുന്നുവോ, ഇറങ്ങിപ്പോകുന്നുവോ, അത് അന്ധകാരത്തിൻ്റെതാണ്. അതുകൊണ്ട് നമുക്ക് മേക്ക് ഷുവർ ദാറ്റ് ജീസസ് ഈസ് ലിവിങ് ഇൻ മീ. ഈ ക്രിസ്തു ഭാവം നമ്മളിൽ ഉണ്ടാകുന്നതിന് നമ്മുടെ ഈ കുടിവരവ്, കൂട്ടായ്മകൾ, അന്വേഷണങ്ങൾ, പാട്ടുകൾ എല്ലാം മുഖാന്തരമാകട്ടെ.
ഈ ലോകത്തിൽ നിന്ന് ദുഃഖദുരിതങ്ങൾ ഒഴിയണം. ഈ ലോകത്തിൽ എല്ലാവരും സമാധാനമായി ജീവിക്കണം. ഈ ലോകത്തിൽ എല്ലാവർക്കും സാഹോദര്യവും നീതിയും എപ്പോഴും കിട്ടണം. എല്ലാവരും എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും നോക്കി പാർക്കുന്നവരാണ്. അതുകൊണ്ട് ഒരു ഓൾട്ടർനേറ്റീവ് കമ്മ്യൂണിറ്റി ഈ ലോകത്തിൽ ഉണ്ടാകുന്നതിനാണ് സഭയാക്കിയിരിക്കുന്നത്. ആ വലിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നതിനിടയാകട്ടെ. അതാണ് ഞാൻ സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞത്, ഇത് മഹാസന്തോഷത്തിൻ്റെ സമയമാണ്. ഒപ്പം ഇത് മഹത്തായ ഒരു സമർപ്പണത്തിൻ്റെയും കൂടെ സമയമാണ്. അങ്ങനെ അനുഗ്രഹീതമായ ഒരു സമർപ്പണത്തോട് നന്മ നിറഞ്ഞ ഒരു ലോകം സൃഷ്ടിക്കുവാനിടയാണ്. ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ്. ദൈവം സ്നേഹിച്ച ഈ ലോകത്തെ നമുക്ക് സ്നേഹിക്കാൻ സാധിക്കണം. അതുകൊണ്ട് ഈ ദൈവം, ദ ട്രാൻസെൻഡന്റ് ഗോഡ് എന്ന് പറഞ്ഞാൽ ഇതിനതീതമായ ദൈവം ഈ ചരിത്രത്തിലേക്ക് വന്ന് ഈ മണ്ണിലേക്ക് പ്രവേശിച്ചപ്പോൾ ഈ മണ്ണിന് ഒരു ഒരു രൂപാന്തരം ഉണ്ടാകുകയാണ്. ഈ മണ്ണ് ദൈവികമാകുകയാണ് എന്നുള്ളത്. അതുകൊണ്ട് ഈ സെക്യുലർ സീക്രട്ട് എന്നുള്ള ഡിവിഷൻ ഇല്ലാതെയാകാണ്. ദിസ് വേൾഡ് ഈസ് സീക്രട്ട്. ഈ മണ്ണ്, ഈ മരം, ഈ മനുഷ്യൻ എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്നു. പ്രകൃതിയെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന, പരസ്പര സ്നേഹ ബഹുമാനത്തോട് അതിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു നല്ല ലോകത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിനുള്ള കാലമായി, ഉള്ള സമർപ്പണത്തിൻ്റെ സമയമായി നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങളെല്ലാം മുഖാന്തരമായി ഭവിക്കട്ടെ. എല്ലാവരോടുമുള്ള സന്തോഷം അറിയിക്കുന്നു.